ഹലോ. നമ്മളെ ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജിനെ കുറിച്ച് നേരത്തെ തുടങ്ങിയ ചെറിയൊരു ഇഷ്യൂ വന്ന് പോയതാണ്. അപ്പോൾ ഏകദേശം 9 ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജിൽ ഉള്ളത്. 9 ഡിപ്പാർട്ട്മെന്റിൽ 70ഓളം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PhD മുതൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് വരെ, PhD, PG, UG, സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഇതൊക്കെ ഏകദേശം 70ലധികം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ UGനെ പറ്റിയും PGനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചൊരു ടൈം എടുക്കും ഒക്കെ അല്ലേ. അപ്പോ ഏകദേശം 9 ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറബിക്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദി, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ഇസ്ലാമിക് സ്റ്റഡീസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേർഷ്യൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഉറുദു, സംസ്കൃതം, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ ലാംഗ്വേജസ്. ഇതില് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കിയുള്ള 7 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ PG, UG, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, കാര്യങ്ങൾ, അതിന്റെ CUTന്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകൾ, ഇങ്ങനെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഏഹ്, ഏകദേശം PhD മുതൽ നേരത്തെ പറഞ്ഞല്ലോ, PhD, PG, ഡിപ്ലോമ, UG, അഡ്വാൻസ്ഡ് ഡിപ്ലോമ, പിന്നെ ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഇതൊക്കെ ജാമ്യ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സർട്ടിഫിക്കറ്റ് കോഴ്സിന് മാത്രമാണ് എൻട്രൻസ് ടെസ്റ്റ് ഇല്ലാത്തത്. ബാക്കി എല്ലാ കോഴ്സിനും എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ഒന്നുണ്ടെങ്കിൽ ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്ന എൻട്രൻസ് ആയിരിക്കും, അല്ലെങ്കിൽ CUTന്റെ അണ്ടറിലുള്ള എൻട്രൻസ് ആയിരിക്കും. അപ്പോ സർട്ടിഫിക്കറ്റ് കോഴ്സിന് എൻട്രൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്റർവ്യൂ ആണ് ഉണ്ടാവുക. സർട്ടിഫിക്കറ്റ് കോഴ്സിന് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അത് ജാമ്യയിൽ ഒരു റെഗുലർ കോഴ്സിന് ജോയിൻ ചെയ്യാത്ത ആള്, അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്റ്റാഫിൽ പെടാത്ത ആളുകൾക്കായിരിക്കും ആ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. അല്ലാതെ ജാമ്യയിൽ റെഗുലർ ഒരു കോഴ്സിന് ചേർന്ന ആൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുത്ത് പ്രവേശിക്കാവുന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് ഇന്റർവ്യൂ മാത്രമേ ഉണ്ടായിരിക്കും, എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ PG, ഡിപ്ലോമ, ബാച്ചിലേഴ്സ്, അഡ്വാൻസ് ഡിപ്ലോമ, ഡിപ്ലോമ, ഇതിലൊക്കെ എന്തായിരിക്കും എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നിനും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. PGക്ക് ഏകദേശം നമുക്ക് UG ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏകദേശം 45% അല്ലെങ്കിൽ ചില വിഷയത്തിന് 50%, അങ്ങനെയാണ് ക്രൈറ്റീരിയ പറയുന്നത്. UGക്ക് സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതിൽ ഏകദേശം 50%ന്റെ മുകളിൽ മാർക്ക് വേണം. പിന്നെ അഡ്വാൻസ്ഡ് ഡിപ്ലോമക്ക് ജോയിൻ ചെയ്യുമ്പോൾ BA ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമ പൂർത്തീകരിച്ചിരിക്കണം. അഡ്വാൻസ്ഡ് ഡിപ്ലോമ ജോയിൻ ചെയ്യുമ്പോൾ, ഡിപ്ലോമക്ക് ജോയിൻ ചെയ്യുമ്പോൾ സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനാണെങ്കിൽ സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. PG ഡിപ്ലോമക്ക് ആണെങ്കിൽ UG പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ UGയിൽ 50% അല്ലെങ്കിൽ 45% മാർക്ക് ഉണ്ടായിരിക്കണം. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ചിലപ്പോൾ മാർക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ, കാര്യങ്ങൾ, ശതമാനത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അത്രയാണ് പറയാനുള്ളത്. അപ്പൊ അടുത്തതായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറബി, അറബിക് ഡിപ്പാർട്ട്മെന്റ്, ഞാനൊക്കെ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അറബിക് ഡിപ്പാർട്ട്മെന്റ്. അറബിക് ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം PhD, അതുപോലെ തന്നെ PG, UG, അഡ്വാൻസ് ഡിപ്ലോമ, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അറബിക് ഡിപ്പാർട്ട്മെന്റ്. അറബിക് ഡിപ്പാർട്ട്മെന്റ് ഏകദേശം ഓരോ ഡിപ്പാർട്ട്മെന്റ് സീറ്റിന്റെ കണക്കാണ് ഇവിടെ കൊടുത്തത്. അതായത് MA ആണെങ്കിൽ 30 സീറ്റ് ആയിരിക്കും ഉണ്ടാവുക, UG ആണെങ്കിൽ 60 സീറ്റ് ആയിരിക്കും, അഡ്വാൻസ് ഡിപ്ലോമ 30 ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്ത് ഇട്ട് കൊടുത്തത് അതിന്റെ ഫീ സ്ട്രക്ചർ ആണ്. അതിൽ ഏകദേശം ഒരു വർഷത്തേക്ക് വരുന്ന ഫീ ആണ് വരുന്നത്. 2 സെം ഉണ്ടാവും ഒരു വർഷത്തിൽ. അതിൽ 9,875 അറബിക്കിൽ, MA അറബിക്കിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ BA അറബി, അഡ്വാൻസ് ഡിപ്ലോമ, അതിന്റെ ഒക്കെ ഫീ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര സെമ്മാണ്, 4 സെം എന്ന് പറയുമ്പോൾ 2 ഇയർ ഉണ്ടാവും. പിന്നെ ഹോണേഴ്സ് ആണെങ്കിൽ 8 സെം ഉണ്ടാവും, 4 ഇയർ ഉണ്ടാവും. ആ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഡിപ്ലോമ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഇതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് നേരത്തെ അറബിയിൽ പറഞ്ഞ പോലെ തന്നെ PhD ഉണ്ട്, MA അറബി ഉണ്ട്, BA ഹോണേഴ്സ് ഇംഗ്ലീഷ് ഉണ്ട്, ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ പ്രൊഫഷൻസി ഉണ്ട്, ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ പ്രൊഫഷൻസി ഇംഗ്ലീഷ്. പാർട്ട് ടൈം, പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലർ കോഴ്സിന് ചേർന്ന ആളുകൾക്ക് പാർട്ട് ടൈം ആയിട്ടുള്ള കോഴ്സ് ചെയ്യാവുന്നതാണ്. അതാണ് പാർട്ട് ടൈം കോഴ്സ് എന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളായിരിക്കും പാർട്ട് ടൈം കോഴ്സിന്റെ ക്ലാസ് ഉണ്ടാവുക. ആഴ്ചയിൽ ചിലത് 4 ദിവസം ഉണ്ടാവും, ചിലത് 3 ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. അഡ്വാൻസ് ഡിപ്ലോമ അറബിക്കിലൊക്കെ ഏകദേശം വൈകുന്നേര സമയത്ത് 4 മണി മുതൽ രാത്രി 8 മണി മുതൽ, അല്ലെങ്കിൽ 5 മണി മുതൽ 8:30 വരെ, ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പൊ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദി.
ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് PPT ഇങ്ങനെ ഷെയർ ചെയ്ത് പോവാ. കാരണം ഹിന്ദി, ഉറുദു, സംസ്കൃതം ഇതൊന്നും അധികം ആളുകൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ കൂടുതൽ മലയാളികൾ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ അറബി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ. അതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ സംസാരിക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദി PhD ഉണ്ട്, അതുപോലെ തന്നെ PG ഉണ്ട്, പിന്നെ BA ഓണേഴ്സ് ഉണ്ട്, BA ഓണേഴ്സും മാസ് മീഡിയ ഹിന്ദി ഉണ്ട്. ഇങ്ങനെ സെൽഫ് ഫിനാൻസ്ഡ് ആയിട്ടുള്ള 2 കോഴ്സ് കൂടെ ഉണ്ട്. പിന്നെ അടുത്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേർഷ്യൻ. പേർഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം MA ഉണ്ട്, അതുപോലെ തന്നെ BA ഉണ്ട്, PG ഡിപ്ലോമ ഉണ്ട്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഉണ്ട്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ മോഡേൺ പേർഷ്യൻ ഉണ്ട്, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മോഡേൺ പേർഷ്യൻ ഉണ്ട്, സർട്ടിഫിക്കറ്റ് പാസ്റ്റോ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഏകദേശം 8ഓളം കോഴ്സുകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇയർ, അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ ഒക്കെ അതിന്റെ അപ്പുറം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഉറുദു ആണ്. ഉറുദുവിൽ MA, അതുപോലെ തന്നെ BA, PG ഡിപ്ലോമ, മാസ് മീഡിയ ഉണ്ട്. പിന്നെ സംസ്കൃത് ഡിപ്പാർട്ട്മെന്റ് ആണ്. PhD, MA, BA, സർട്ടിഫിക്കറ്റ് യോഗ, ഇതൊക്കെ സംസ്കൃത ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ ലാംഗ്വേജ്. ഫോറിൻ ലാംഗ്വേജ് ഒരുപാട് കോഴ്സുകളുണ്ട്. അതിൽ MA BA പ്രൊവൈഡ് ചെയ്യുന്നത് കൊറിയൻ ലാംഗ്വേജിലാണ്. അതുപോലെ തന്നെ BA ഓണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് തുർക്കിഷ് ലാംഗ്വേജിലാണ്. BA ഓണേഴ്സ് ഫ്രഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ BA ഓണേഴ്സ് സ്പാനിഷ്, ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസ് ഉണ്ട്. ബാക്കിയൊക്കെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളാണ്. അത് ഫുൾ ഞാൻ വായിക്കുന്നില്ല. ഡിപ്ലോമ ഇൻ ഫ്രഞ്ച്, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഇറ്റാലിയൻ, അതുപോലെ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. MA അതുപോലെ തന്നെ BA ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കൊറിയൻ ലാംഗ്വേജ്, അതുപോലെ തന്നെ തുർക്കിഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, ഈ ഒരു 4 കാറ്റഗറിയാണ്. അതിനുശേഷമുള്ളത് റഷ്യൻ, പോർച്ചുഗീസ്, ഇതൊക്കെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്കെ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ എൻട്രൻസ് എക്സാം സെന്റർ നമ്മളെ ഡൽഹിക്ക് പുറത്ത് സെന്ററുകൾ ഉള്ളതുണ്ട്, അതുപോലെ തന്നെ ഡൽഹിയിൽ മാത്രം സെന്ററുകളുടെ വിഷയങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജ് ഫാക്കൽറ്റിയിലെ 3 വിഷയങ്ങളാണ് ഡൽഹിക്ക് പുറത്ത് സെന്റർ വരുന്നത്. ഡൽഹിക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ സെന്റർ അവൈലബിൾ ആയിട്ടുള്ളത് കാലിക്കറ്റ് ആണ്. BA ഓണേഴ്സ് ഹിസ്റ്ററി, അതുപോലെ തന്നെ BA ഓണേഴ്സ് അറബിക്ക്, MA ഹിസ്റ്ററി. BA ഓണേഴ്സ് അറബിക്ക് ആദ്യമായിട്ടാണ് കേരളത്തിൽ സെന്റർ വരുന്നത്. കഴിഞ്ഞ വർഷം MA അറബി സെന്റർ ഉണ്ടായിരുന്നു. MA അറബി ഈ വർഷം കേരളത്തിൽ സെന്റർ ഇല്ല. അതുപോലെ തന്നെ MA ഹിസ്റ്ററി സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെന്റർ അനുവദിച്ച വിഷയങ്ങളിൽ ഇപ്പോൾ BA അറബി അല്ലെങ്കിൽ BA ഇംഗ്ലീഷിൽ, BA ഹിസ്റ്ററിയിലൊക്കെ 50-ൽ കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതാൻ ആ സെന്ററിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കണം. അങ്ങനെയാണെങ്കിലേ ആ സെന്റർ നിലനിൽക്കുകയുള്ളൂ. ഇപ്പൊ കേരളത്തിൽ കാലിക്കറ്റ് സെന്റർ അനുവദിച്ച് BA അറബിക്കിൽ 50-ൽ കൂടുതൽ ആളുകൾ അപ്ലിക്കേഷൻ വന്നാൽ മാത്രമേ അവിടെ സെന്റർ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡൽഹിയിൽ തന്നെ വന്ന് പരീക്ഷ എഴുതേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കേരളത്തിൽ സെന്റർ ഉള്ളത് BA ഹിസ്റ്ററി, അതുപോലെ തന്നെ BA അറബിക്ക്, MA ഹിസ്റ്ററി വിഷയങ്ങളിലാണ്. പിന്നെ കോഴ്സുകൾ അണ്ടർ CUT നേരത്തെ പറഞ്ഞല്ലോ, ജാമ്യയിലേക്ക് അപ്ലിക്കേഷൻ ക്ഷണിക്കുന്ന എൻട്രൻസ് എക്സാം വഴി 2 രീതിയിലാണ്. ഒന്ന് CUT എക്സാം, അതുപോലെ തന്നെ ജാമ്യന്റെ സ്പെഷ്യൽ എക്സാം. ഏകദേശം ഒരുപാട് കോഴ്സുകൾ ജാമ്യന്റെ സ്പെഷ്യൽ എക്സാമുകളിലൂടെയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അതുപോലെ തന്നെ CUTന്റെ അണ്ടറിൽ കുറച്ച് കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അത് UG കോഴ്സുകളിൽ വരുന്നത് BA ഓണേഴ്സ് തുർക്കിഷ്, അതുപോലെ തന്നെ BA ഓണേഴ്സ് സംസ്കൃതം, BA ഓണേഴ്സ് ഫ്രഞ്ച്, BA ഓണേഴ്സ് സ്പാനിഷ്, BA ഓണേഴ്സ് ഹിന്ദി, അതുപോലെ തന്നെ BA ഓണേഴ്സ് ഉറുദു, BA ഓണേഴ്സ് കൊറിയൻ ലാംഗ്വേജ്. പിന്നെ PG കോഴ്സ് CUTന്റെ അണ്ടറിൽ വരുന്നത് MA സംസ്കൃതം, അതുപോലെ തന്നെ MA കൊറിയൻ ലാംഗ്വേജ്. പിന്നെ ഡിപ്ലോമ കോഴ്സുകളിൽ CUTന്റെ അണ്ടറിൽ വരുന്നത് ഡിപ്ലോമ ഇൻ തുർക്കിഷ് ലാംഗ്വേജ്, ഡിപ്ലോമ ഇൻ ഇറ്റാലിയൻ, ഡിപ്ലോമ ഇൻ റഷ്യൻ, ഡിപ്ലോമ ഇൻ ചൈനീസ്, ഡിപ്ലോമ ഇൻ കൊറിയൻ ലാംഗ്വേജ്, ഡിപ്ലോമ ഇൻ ഉസ്ബെക്ക് ലാംഗ്വേജ്, ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ പ്രൊഫഷൻസി ഇംഗ്ലീഷ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ തുർക്കിഷ്, ഡിപ്ലോമ ഇൻ ഫ്രഞ്ച്. ഇത്രയും കോഴ്സുകളാണ് ഡിപ്ലോമ CUTന്റെ അണ്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അറബിക്ക്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഇതൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകൾ ജാമ്യയിലേക്ക് മലയാളികൾ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ്, അറബിക്ക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ്. അപ്പൊ എൻട്രൻസിന് നമ്മൾ ഏത് വിഷയം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് PYQ കൂടുതൽ ഫോക്കസ് ചെയ്യുക.
ഒരുപാട് ആളുകളോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് കുറെ PYQ നമ്മൾ ചെയ്യുന്നതിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുക ജാമ്യന്റെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുക. ഒരുപാട് PYQൽ വന്ന അതേ ചോദ്യങ്ങൾ തന്നെ എന്ത് ചെയ്യലുണ്ട്, അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ PYQ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ജാമ്യ എൻട്രൻസ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു മാർഗം. അതേപോലെ എൻട്രൻസ് ക്വസ്റ്റ്യൻ പാറ്റേൺ കാര്യമായിട്ട് മനസ്സിലാക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഉണ്ടാവും. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യമുള്ളത്. പിന്നെ അറബിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അറബിക്കിന്റെ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് 100 മാർക്കിലായിരിക്കും എൻട്രൻസ് എക്സാം ഉണ്ടാവുക അറബിക്കിൻ്റെത്. അതിൽ 40 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതുപോലെ തന്നെ 60 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അപ്പൊ 60 മാർക്കിലാണ് ഇവര് മെയിൻ ഫോക്കസ് ചെയ്തിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പൊ 60 മാർക്കിന്റെ ഇതിൽ മാക്സിമം നമ്മൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. 60 മാർക്കിന്റെ ചോദ്യങ്ങളിൽ ട്രാൻസ്ലേഷൻ വരുത്തുന്നുണ്ട്. ഏകദേശം 20 മാർക്കോളം ട്രാൻസ്ലേഷൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ 20 മാർക്ക് എസ് എ ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് 60 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഉണ്ടാവും. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ അറബി ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ 40 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടാവും. അത് കൂടുതൽ ചോദിക്കാറുള്ളത് PYQ ബേസിൽ തന്നെയാണ്. പിന്നെ അറബിക് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അറബിക് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫാക്കൽറ്റീസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അറബിക് ഡിപ്പാർട്ട്മെന്റ്. ഒരുപാട് കഴിവുള്ള, അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ജാമ്യന്റെ അറബിക് ഡിപ്പാർട്ട്മെന്റ് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ട്രാൻസ്ലേഷനിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അറബിക് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ